Welcome back to question discussion of Cbse first semester examination. MCQ ആണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സെഷൻ കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. നമ്മൾ 42nd ക്വസ്റ്റ്യൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇനി 43rd ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് 3 cm ലൈസ് പാരലൽ ടു എ മച്ച് ബിഗർ സർക്കുലർ loop of radius 20 cm. The center of the small loop is on the axis of the bigger loop. The distance between their centers is 15 cm. If the current of 2 ampere flows through the smaller loop, then the flux linked with the bigger loop is. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെയും ഞാൻ ആൻസർ ചെയ്യില്ല. നമ്മളതിൻ്റെ ചെയ്യാനുള്ള കൺസെപ്റ്റ് മാത്രം പറഞ്ഞു തരും. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോളാം. ഇവിടെ ഒരു ചെറിയ ലൂപ്പ് ഇരിക്കുന്നു. അതിൻ്റെ അടുത്തുനിന്ന് ഡി ഡിസ്റ്റൻസ് അകലത്തിൽ മാറിയ ഒരു വലിയ ലൂപ്പ് ഇരിക്കുന്നു. ചെറിയ ലൂപ്പിന്റെ റേഡിയസ് R1, വലിയ ലൂപ്പിന്റെ റേഡിയസ് R2. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഇവിടെ ഡി എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസിന് എന്തോ ഒരു യൂണിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 20 cm, ബിഗർ ലൂപ്പ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റർ 15 cm, എന്തോ ആയിക്കോട്ടെ. ഇതിനകത്തുകൂടി കടന്നു പോകുന്ന കറണ്ട് I 2 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ഈ കോയിലിനകത്ത് കിട്ടുന്ന ഫ്ലക്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല. ഈ കോയിൽ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. B1 ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയണം. ഒരു കോയിലിന്റെ സെന്ററിൽ നിന്നും R ഡിസ്റ്റൻസ് അകലത്തിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇവന്റെ റേഡിയസ് A ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് സാധാരണ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B is equal to mu 0 I A square divided by 2 into A square plus R square the whole raised to 3/2. ഇതാണ് സാധാരണ ഇക്വേഷൻ. ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാണ് വരിക? R1. പിന്നെ ആറിന്റെ സ്ഥാനത്ത് ഡിയുമാണ് വരിക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്ന് പറയൂ. mu 0 I R1 square divided by എയുടെ സ്ഥാനത്ത് R1 divided by 2 into R1 square plus D square the whole raised to 3/2. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തുകൂടി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തുകൂടി പോയി ഇവന് കിട്ടുന്ന ഫ്ലക്സ് എത്ര? ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ് കോയിൽ 5/2 is equal to B1A2. That is, it is equal to mu 0 I R1 square divided by 2 into R1 square plus D square the whole raised to 3/2 into pi R2 square. This is answer. അവിടെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് കൂടെ ഞാൻ എഴുതി പറയാം. R1 എന്ന് പറയുന്നത് 0.3 cm. That is, R1 is equal to 0.3 into 10⁻⁻² meter. പിന്നെ D I എന്ന് പറയുന്നത് 2 ആംപിയർ. D ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത് 15 cm. That is 15 into 10⁻². ഇനി R2 എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ ബിഗർ കോയിലിന്റെ റേഡിയസ് എത്രയാണ്? 20 cm. That is 20 into 10⁻². ഇത് ഇത്രയും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, ആൻസർ ആയിക്കോട്ടെ. ഇത് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 24 ക്വസ്റ്റിനകത്ത് 20 എണ്ണം ചെയ്യണം. അതിനകത്ത് 4 ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാനുള്ള 4 ക്വസ്റ്റിനകത്ത് ഇതിനെ ഞാൻ ഉൾപ്പെടുത്തണം. കാരണം ഇത്രയും കാൽക്കുലേഷൻസ് നടത്തി വരുമ്പോഴത്തേക്ക് നല്ല സമയം പോകും. അതുകൊണ്ട് ഇതും നന്ദിപൂർവ്വം വിടുക. ഞാൻ പറഞ്ഞു തന്നു, വിടണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾ ആലോചിക്കണം. ക്വസ്റ്റ്യൻസ് വളരെ ഇതാണ്. അതിനകത്തുള്ള കറക്റ്റ് ആൻസർ ഫോർത്ത് ആൻസർ ഇതാണ്. 9.1 into 10⁻⁻11 വെബർ എന്ന് കിട്ടും. ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 44. 44th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? If both the number of turns and core length of an inductor is doubled, keeping other factors constant, then the self inductance will be. അപ്പോൾ നമ്മൾ ആദ്യമേ സെൽഫ് ഇൻഡക്ടൻസ് അറിയണം. What is the equation for self inductance of a solenoid? ഇങ്ങനെ ഇരിക്കുന്ന ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്ടൻസിനുള്ള ഇക്വേഷൻ കാണാൻ പഠിച്ചു വയ്ക്കുക. That is equal to mu 0 NNA. mu 0 NNA. അവിടെ ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ഇത് ഏരിയ. ഇവിടെ നമ്മുടെ പറഞ്ഞിരിക്കുന്നതാണ് നമ്പർ ഓഫ് ടേൺസും ലെങ്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കളയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു
mu 0 n divided by L into A. That is, it is equal to mu 0 n square A divided by L. ഞാൻ നമ്പർ ഓഫ് ടേൺസും ഡബിൾ ചെയ്തു, ലെങ്തും ഡബിൾ ചെയ്തു. നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ ഒരു 2 വരും. Therefore, new self inductance L dash is equal to mu 0 2n the whole square into A divided by 2L. That is, it is equal to 2L എന്ന് കിട്ടും. That is, coefficient of self inductance is doubled. That is, answer is second, doubled. ഇതിനകത്ത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ when n and L are doubled, coefficient of self inductance becomes double. That is answer. That is, answer is 44. 44 ന്റെ ആൻസർ സെക്കൻഡ് ആണ്, ഡബിൾഡ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 45. ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് അസർഷൻ റീസൺ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ 4 ചോയ്സുകൾ എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ആദ്യമേ അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ ഫസ്റ്റ് ചോയ്സ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സെക്കൻഡ് ചോയ്സ് എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത് തമ്മിൽ നല്ലവണ്ണം മനസ്സിലാക്കിയില്ലെങ്കിൽ പണി കിട്ടും. മൂന്നാമത്തെ എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് എ ഈസ് ഫാൾസ് ആൻഡ് ആർ ഈസ് ആൾസോ ഫാൾസ്. രണ്ടുപേരും ഫാൾസ് മതി. ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഇത് പറയുകയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. 3 plus 2 is equal to 5. എന്നിട്ട് ഞാനൊരു ഇതൊരു എ എന്ന് പറയുന്ന ഒരു അസർഷൻ ബി പറയുന്നു 4 minus 2 is equal to 2. ഇവിടെ എന്താ പ്രശ്നം? എ ശരിയാണ്, ബിയും ശരിയാണ്, പക്ഷെ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല ബി. അതാണ് ഈ രണ്ടാമത്തെ ചോയ്സ്. അത് മനസ്സിലാക്കി വെക്കണം. അത് ആ ഒരു ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ അങ്ങ് വിടുകയാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ഇനി നമുക്കതിനകത്ത് ഇനി എല്ലാ ചോയ്സുകൾക്കകത്തും വരുന്ന ഓപ്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. എല്ലാ ചോയ്സിനകത്തും വരുന്നത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അസർഷൻ ഈസ് റൈറ്റ്, റീസണും റൈറ്റ് ആണ്. റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ബി അങ്ങനെയല്ല, അസർഷൻ ശരി, റീസണും ശരി, പക്ഷെ റീസൺ ഇയാളുമായിട്ട് ബന്ധമൊന്നുമില്ല. നോക്കുക, ഇനി ഓരോ നോക്കുക. അസർഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഫസ്റ്റ്, ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ വി മസ്റ്റ് കണക്ട് എ സ്യൂട്ടബിൾ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ടു ഇറ്റ്. തെറ്റ്. നമുക്ക് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ ലോ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യണം. ഇവിടെ എന്താണ്? ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ. അമ്മീറ്ററിന്റെ റേഞ്ച് കൂട്ടണമെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസിനെ എടുത്ത് പാരലായിട്ട് വേണം. ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യണമെങ്കിലും ഒരു ലോ റെസിസ്റ്റൻസിനെ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്യണം. പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അസർഷൻ തെറ്റാണ്. അതിന് റീസൺ എന്ത് പറഞ്ഞിരിക്കുന്നു? ദ അമ്മീറ്റർ വിത്ത് ഇൻക്രീസ്ഡ് റേഞ്ച് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ്. ഇല്ല, ഒരു റെസിസ്റ്റൻസ് ഇപ്പൊ ഇവന്റെ റെസിസ്റ്റൻസ് 10, ഇവന് 2 കണക്ട് ചെയ്താൽ ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 കുറവായിരിക്കും. ഇവിടെ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് 1 ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 കുറവായിരിക്കും. അപ്പൊ എപ്പോഴും രണ്ട് റെസിസ്റ്റൻസുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക, ഒരിക്കലും കൂടില്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? അസർഷൻ തെറ്റാണ്, റീസണും തെറ്റാണ്. Therefore, A is false and R is also false. ശരിക്കും ആൻസർ എന്താണ്? ആൻസർ വരേണ്ടത്? ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ എ ലോ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. അത് ഒന്ന്. രണ്ടാമത് എന്ത് വരണം? when it is connected in parallel effective resistance is less, കുറയും. ഇത് രണ്ടും പറയണം. അപ്പൊ ഇത് അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. 45. അടുത്തത് 46th ക്വസ്റ്റ്യൻ. സെയിം ചോയ്സുകൾ 4 മനസ്സിലാക്കുക. അതിനകത്ത് ഫസ്റ്റ് അസർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? An electron has a high potential energy when it is at a location associated with a more negative value of potential, and a low potential energy when it is a location associated with a more positive potential. പറയാം.
അതായത് ഒരു നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ ചാർജ് നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ ഹൈ ആയിരിക്കും. ശരി, കാരണം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻ ക്യൂ വി, മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് വി, ദാറ്റ് ഈസ് ഈക്വൽ പ്ലസ് ക്യൂ വി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വളരെ കൂടുതലാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ആ നെഗറ്റീവ് ചാർജ് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവന്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ കുറവായിരിക്കും, ദാറ്റ് ഈസ് മൈനസ് ക്യൂ വി. അതും ശരിയാണ്. അപ്പൊ അസർഷൻ പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റുകളും ശരിയാണ്. ഇനി അതിന്റെ റീസൺ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇലക്ട്രോൺ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു എ റീജിയൻ ഓഫ് ലോവർ പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് പൊട്ടൻഷ്യൽ നിന്നും പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അതായത് ലോ പൊട്ടൻഷ്യൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യണം. ഇവിടെ എന്താ പറയുക? ഇലക്ട്രോൺ മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. തെറ്റ്. ഇലക്ട്രോൺ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യുള്ളൂ. Therefore ഇവിടെ എന്ത് പറയാം? അസർഷൻ ഈസ് റൈറ്റ് ആൻഡ് റീസൺ ഈസ് റോങ്. അപ്പോൾ ഇവിടെ എന്ത് പറയണം? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ദാറ്റ് ഈസ് തേർഡ് വൺ ഈസ് ആൻസർ. മനസ്സിലായോ? മനസ്സിലായോ? ശരി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 47, 47ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ, അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നില്ല. അസർഷൻ എന്താ പറയുന്നത്? A magnet needle free to rotate in a vertical plane orients itself vertical at the poles of the earth. And the reason, at the poles of the earth, the horizontal component of Earth's magnetic field will be 0. Assertion ശരിയാണ്, റീസണും ശരിയാണ്. അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ. എന്താണെന്ന് അറിയാമോ സംഭവം? നമ്മളൊരു നീഡിലിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ ഇറ്റ് ഈസ് ആൾവേസ് അലൈൻഡ് പാരലൽ ടു ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത് BH. നമ്മൾ എർത്തിന്റെ സർഫസിൽ ഒരു മാഗ്നറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ അവൻ എപ്പോഴും അലൈൻ ചെയ്യുന്നത് എർത്തിന്റെ BHന്റെ ഡയറക്ഷനിലാണ്. അത് സ്റ്റേറ്റ്മെന്റ് ആണ്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഈസ് ആൾവേസ് അലൈൻ പാരലൽ ടു എ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത്. പോളിൽ എന്താണ് കുഴപ്പം? എർത്തിന്റെ പോളിൽ BH ഇല്ല. BH ഈസ് ഈക്വൽ ടു 0. അപ്പൊ അവിടെ നമ്മളൊരു മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവൻ ഏത് ഓറിയന്റേഷനിൽ നിൽക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാഗ്നറ്റ് നീഡിൽ ഫ്രീ ടു റൊട്ടേറ്റ്. മറ്റേടത്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് അടുത്ത് ഫ്രീ റൊട്ടേറ്റ് ചെയ്തിട്ട് അവൻ വന്നിട്ട് ഇങ്ങനെ വന്ന് BHന് പാരലായിട്ട് നിൽക്കണം. BHന്റെ ആബ്സെൻസിൽ അവൻ ചുമ്മാതെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? പോൾസിൽ BH ഇല്ലാത്തതുകൊണ്ട് അവൻ ഫ്രീ ടു റൊട്ടേറ്റ് ആയിരിക്കും. അതിന് കാരണം എന്താണ്? റീസൺ പറഞ്ഞിരിക്കുന്നത് പോൾസിൽ BH ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? അസർഷൻ ശരിയാണ്, അതിന്റെ റീസണും ശരിയാണ്. അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസൺ. Therefore answer is first. Both assertion and reason are true and assertion is the correct explanation of reason. Sorry, reason is the correct explanation of assertion. അതുകൊണ്ട് ആൻസർ ഈസ് ഓക്കെ. അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 48ലേക്ക് പോകും. അതും അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്താ 48th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക? അസർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ വിത്ത് സെയിം മൊമെന്റ. മൊമെന്റ എന്ന് പറഞ്ഞാൽ മൊമെന്റം. എൻ്റർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ ഡയറക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. Right angles to the lines of the force. The radius of the path followed by them will be same. നമുക്ക് ആദ്യമേ അത് നോക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ അവന്റെ റേഡിയസിലുള്ള ഇക്വേഷൻ എന്താ? റേഡിയസ് R is equal to mv divided by qb. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? ഓർത്തിരിക്കുക. ഇത് അറിഞ്ഞുകൂടാണെങ്കിൽ ഓർക്കേണ്ട എപ്പോഴും കണ്ടീഷൻ, ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് എൻ്റർ ചെയ്താൽ അവന്റെ നെസസറി സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ magnetic force, that is mv square by r is provided by qvb. അതിനകത്തുനിന്ന് നിങ്ങൾ റേഡിയസിന്റെ വാല്യൂ കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും. റേഡിയസ് r is equal to mv divided by qb. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോണും പ്രോട്ടോണും എൻ്റർ ചെയ്യുന്ന സെയിം മൊമെന്റത്തോടു കൂടി, രണ്ടുപേരുടെയും ചാർജ് സെയിം, രണ്ടുപേരും എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെയിം, അതിന്റെ അർത്ഥം രണ്ടുപേരുടെയും റേഡിയസും സെയിം. കറക്റ്റ്. റീസൺ അസർഷൻ കറക്റ്റ് ആണ്. ഇഫ് ദേ ആർ മൂവിംഗ് വിത്ത് സെയിം മൊമെന്റ, രണ്ടുപേരും സെയിം മൊമെന്റയോടുകൂടി എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും റേഡിയസ് ഈക്വൽ ആയി. കാരണം രണ്ടുപേരുടെയും ചാർജ് സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, രണ്ടുപേരുടെയും മൊമെന്റവും സെയിം ആണ്. Therefore R1 is to R2 is equal to 1:1. ഇനി റീസൺ എന്ത് പറഞ്ഞിരിക്കുന്നു നോക്കൂ. ഇലക്ട്രോൺ ഹാസ് ലെസ് മാസ് ദാൻ ദ പ്രോട്ടോൺ. അതും ശരിയാണ്.
ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിനേക്കാൾ കുറവാണ്. അതും തെറ്റല്ല. അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ. ശരി, പക്ഷേ ഇതാണോ ഇതിന്റെ എക്സ്പ്ലനേഷൻ? ഇലക്ട്രോണിന്റെ മാസ് കുറഞ്ഞതുകൊണ്ടാണോ? അല്ലല്ല, അവിടെ മൊമെന്റം ഈക്വൽ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. പക്ഷേ റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. രണ്ടും ശരിയാണ്, പക്ഷെ ഇയാൾക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരണം? സെക്കൻഡ്. ബോത്ത് അസർഷൻ എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, അതും കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 48 കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 49th ക്വസ്റ്റ്യൻ. അതും അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അസർഷൻ എന്താ പറയുക? ഓൺ ഇൻക്രീസിംഗ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് മേ നോട്ട് നെസസറിലി ഇൻക്രീസ് ഇറ്റ്സ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ശരി, ഇത് നമ്മളൊരു CBSEക്ക് നിങ്ങൾക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടണമെന്നില്ല. എക്സ്പ്ലെയിൻ എന്നാണ്. അപ്പൊ എന്താ നമ്മൾ എഴുതേണ്ടത്? വാട്ട് ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി? ആൽഫ ഡിവൈഡഡ് ബൈ I ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ C. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ആൽഫ ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു NAB ഡിവൈഡഡ് ബൈ CR. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും. ശരിയാണ്. പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടില്ല. കാരണം നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുമ്പോൾ ആറും ഡബിൾ ചെയ്യും. വെൻ നമ്പർ ഓഫ് ടേൺസ് ഡബിൾഡ് ആർ ഈസ് ആൾസോ ഡബിൾഡ്. കോയിലിന്റെ ഒരു കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് 1 ആണെങ്കിൽ റെസിസ്റ്റൻസ് ആർ. 2 നമ്പർ ഓഫ് ടേൺസ് വരുമ്പോൾ റെസിസ്റ്റൻസ് 2 ആർ. 5 നമ്പർ ഓഫ് ടേൺസ് വരുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് 5 ആർ. അപ്പോൾ എന്ത് പറയാം? വെൻ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസസ് ബട്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡസ് ഇറ്റ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അസർഷൻ ശരിയാണ്. ഇത് റീസൺ നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ ഓഫ് ദ ഗാൽവനോമീറ്റർ ഇൻക്രീസസ് ഓൺ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ്. ശരി, ഇത് കൊണ്ടാണ് ഇത് ശരിയായത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ correct explanation of assertion. Therefore answer is first. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി നമ്മുടെ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് തീർന്നു എന്ന് തോന്നുന്നു. അതെ, തീർന്നു. ഇനി നമ്മുടെ സെക്ഷൻ സി ആണ്. നമുക്ക് അതുകൂടി ഇതിനോടൊപ്പം തന്നെ തീർത്തു പോകാം. സെക്ഷൻ സി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ദിസ് സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻ ഓവറോൾ ചോയ്സ് ടു അറ്റംപ്റ്റ് എനി 5. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 6 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 അറ്റൻഡ് ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ ആദ്യത്തെ 5 മാത്രമേ വാല്യൂ ചെയ്യൂ. അത് പഴയ എപ്പോഴുള്ള കണ്ടീഷനാണ്. ഓൺലി ഫസ്റ്റ് 5 വിൽ ബി കൺസിഡർഡ് ഫോർ ദ ഇവാലുവേഷൻ. ശരി, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 50. എ സ്മാൾ ഓബ്ജക്റ്റ് വിത്ത് ചാർജ് Q ആൻഡ് വെയിറ്റ് mg is attached to one end of a string of length L attached to a stationary support. The system is placed in a uniform horizontal electric field E as shown in the accompanying figure. In the presence of the field, the string makes a constant angle theta with the vertical. The sign and magnitude of Q എത്രയായിരിക്കും എന്നാണ്. ശരി, ഞാനിനി ആ ക്വസ്റ്റ്യനകത്തേക്ക് വരാം. നമ്മൾ ആൻസറിനകത്തേക്ക് പിന്നെ വരാം. ഞാനിത് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി വെക്കട്ടെ. ഒന്ന് പറയാം. നമ്മൾ ഒരു സ്ട്രിങ്ങിന്റെ എൻഡിൽ നമ്മളൊരു ചാർജുള്ള M എന്ന് പറയുന്ന മാസും ചാർജുള്ള ഒരു പാർട്ടിക്കിളിനെയും പിടിച്ചിടുകയാണെങ്കിൽ ഇപ്പോൾ ഇവന് താഴേക്ക് ആക്ട് ചെയ്യുന്നത് mg ആയിരിക്കും. സ്ട്രിങ്ങിനകത്തുണ്ടാകുന്ന ടെൻഷൻ Tയുമായിരിക്കും. വാട്ട് ഈസ് എ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ T ഈസ് ഈക്വൽ ടു mg. ഇതിനകത്ത് നമ്മളൊരു ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാമോ? ഈ ചാർജിന് ഒരു ഇലക്ട്രിക് ഫോഴ്സ് കിട്ടും. അതിന്റെ ഫലമായിട്ട് ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്തു, ടേൺ ചെയ്തു. അങ്ങോട്ടേക്ക് ടേൺ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് QE എന്ന് പറയുന്ന ഫോഴ്സ് കിട്ടണം. mg താഴേക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ നിൽക്കുന്നത് ഇവരുടെ റിസൾട്ടന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ടെൻഷൻ T ആണെന്നിരിക്കട്ടെ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ആൾസോ ഈക്വൽ ടു തീറ്റ. നമുക്ക് ടാൻ തീറ്റ എടുത്താൽ എന്ത് കിട്ടും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് QE ഡിവൈഡഡ് ബൈ mg. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചാർജ് ആണ്. Therefore the value of charge is equal to
mg tan theta divided by E. This is the value of charge. ഇനി ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്ക് മീൻസ് ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യണമെങ്കിൽ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കണം. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് നെഗറ്റീവ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. Therefore, here answer is equal to mg divided by E tan theta is a charge and the charge is positive. മനസ്സിലായല്ലോ? ചാർജ് ഇനി ഇങ്ങോട്ടേക്കായിരുന്നു ടേൺ ചെയ്തിരുന്നെങ്കിൽ ആൻസറിന് വ്യത്യാസമില്ല. Q is equal to mg by E into tan theta, but the charge is negative charge. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ടേൺ ചെയ്തതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നവൻ പോസിറ്റീവ് ചാർജും ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നവൻ നെഗറ്റീവ് ചാർജും. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്താണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം. ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക. ആൻസർ സെക്കൻഡ് ആണ്. എന്താണ് സെക്കൻഡ് ആൻസർ പറഞ്ഞിരിക്കുക? പോസിറ്റീവ് വിത്ത് മാഗ്നിറ്റ്യൂഡ് mg by E tan theta. പോസിറ്റീവ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് mg by E tan theta. ഓക്കെ, അത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കുന്നു. ഇത് നേരത്തെ ചെയ്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് എ ഫ്രീ പ്രോട്ടോൺ ആർ പ്ലേസ്ഡ് between the positively charged parallel plates. Between two positively charged plates. Both are closer to positive plate than the negative plate. Two oppositely ആണ്, പോസിറ്റീവ് അല്ല, ഓപ്പോസിറ്റ്ലി. അപ്പൊ ഒന്ന് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, ഇവ രണ്ടുപേരും വെച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജിനോട് അടുത്താണ്. അപ്പൊ പോസിറ്റീവ് പ്ലേറ്റിന് അടുത്താണ് പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ചാർജിനെയും വെച്ചിരിക്കുക. Which of the following statement is true? The force on the proton is greater than the force on the electron. തെറ്റ്. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണ്. അതുകൊണ്ട് രണ്ടുപേർക്കും കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കണം? QE. ഇലക്ട്രോണിന് കിട്ടുന്നതും പ്രോട്ടോണിന് കിട്ടുന്ന ഫോഴ്സും QE. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ട് ഫോഴ്സ് ഈക്വൽ ആണ്. The potential energy of the proton is greater than that of the electron. ശ്രദ്ധിച്ചു നോക്കൂ. Potential energy U is equal to QV. Even positive plate ഡിനോട് അടുത്തിരിക്കുമ്പോൾ that is equal to plus Q into plus V. And U of the electron is equal to minus Q into V. That is equal to minus QV. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പോസിറ്റീവ് പ്ലേറ്റിനോട് അടുത്തിരിക്കുന്ന പോസിറ്റീവ് ചാർജിനാണ് കൂടുതൽ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ചാർജിന് പൊട്ടൻഷ്യൽ കുറവാണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നേരത്തെ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 51 കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഇത് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ കേസ് സ്റ്റഡിയാണ്. ഇത് പെട്ടെന്ന് തീരും. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പെട്ടെന്ന് തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. The large scale transmission and distribution of electrical energy over long distances is done with the use of transformers. The voltage output of the generator is stepped up. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നു? നമ്പർ ഓഫ് ടേൺസ് കുറവ് കൂടുതൽ, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. എന്താ സ്റ്റെപ്പ് അപ്പ്? ഇറ്റ് ഈസ് ദെൻ ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ടു ആൻ ഏരിയ സബ്സ്റ്റേഷൻ നിയർ ദ കൺസ്യൂമർ. There is a voltage stepped down. ഇവിടെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഡൗൺ ചെയ്തതിനു ശേഷം നാട്ടുകാർക്ക് കൊടുക്കും. ഇതാണ് പറഞ്ഞിരിക്കുക. ബിഫോർ ദ പവർ സപ്ലൈ ടു ഹോർ റീച്ചസ് ഹോം. ഇത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ചെറിയ വോൾട്ടേജ് ഉണ്ടാക്കുന്നു, വോൾട്ടേജിനെ കൂട്ടി കറണ്ട് കുറയ്ക്കും. വോൾട്ടേജിനെ കൂട്ടി കറണ്ട് കുറയ്ക്കുമ്പോൾ പിന്നീട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഹീറ്റ് എനർജി ഡെവലപ്ഡ് I²R കുറവായിരിക്കും. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും. ആ വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിനാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്പൊ സ്റ്റെപ്പ് അപ്പ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വോൾട്ടേജ് കൂടും, കറണ്ടിന്റെ വാല്യൂ കുറയും. എന്നിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി I²RT കുറയും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ച് എന്ത് ചെയ്യും? ഈ കുറഞ്ഞ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് അപ്പ്, ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് പഴയ വോൾട്ടേജ് നമുക്ക് ആക്കി തരും. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നത്? പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടി. ഇത്രയും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ക്വസ്റ്റ്യൻ. എനർജി ഈസ് ക്രിയേറ്റഡ് വെൻ എ ട്രാൻസ്ഫോമർ
steps up the voltage. തെറ്റ്. A transformer is designed to convert an AC voltage to DC voltage. തെറ്റ്. അത് rectifier ആണ്. Step up transformer increases the power of transmission. തെറ്റ്. Step down transformer decreases the AC voltage. That is the right answer. Step down transformer decreases the AC. Step up transformer increases the voltage. അത് ശരി. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. If the secondary coil has a greater number of turns than the primary. Secondary number of turns കൂടുതലാണെങ്കിൽ step up voltage ആണ്. Step up transformer. ഇനി സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. The voltage is stepped up. Vs is greater than Vp and arrangement is called a step up transformer. അത് തന്നെയാണ് ശരി. പിന്നെ താഴേക്ക് വായിക്കേണ്ട കാര്യമില്ല. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. പിന്നെ വായിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആൻസർ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 54. We need to step up the voltage for power transmission so that the current is reduced and consequently the I squared R loss is cut down. അതാണ് നമ്മൾ നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നത്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് കൂടും, കറണ്ട് കുറയും, അതിന്റെ ഫലമായിട്ട് പവർ ലോസ് കുറയും. I squared R എന്ന് പറയുന്ന സാധനം കുറയും. Therefore, here the first statement is right. Okay? Then നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 55. A power transmission line feeds input power at 2300 volt to a step down transformer with its primary windings having 4000 turns. The number of turns in the secondary in order to get output power of 230 volt. അപ്പോൾ ഇൻപുട്ടിലെ വോൾട്ടേജ് 2300 വോൾട്ട് ആണ്. ഔട്ട്പുട്ടിൽ വേണ്ടുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് EP. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ES. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എത്രയാണെന്ന് പറയുന്നു? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് 400. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു 4000. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞതാണ്. ES divided by EP is equal to NS divided by NB. Therefore, ES 230 divided by 2300 is equal to NS divided by 4000. ഇത് രണ്ടും കൂടെ പോയിട്ട് 10 വരും. ഇത് പോയിട്ട് NS is equal to 400 number of turns എന്ന് പറയും. This is the answer. Therefore, answer is 400. അങ്ങനെ നമ്മളുടെ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. 55 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നമ്മളുടെ CBSEയുടെ 55 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളുടെ ISCയുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അതിനകത്ത് ഓവറോൾ ചോയ്സ് ഒന്നുമില്ല, 50 ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇഷ്ടമായി എങ്കിൽ മാത്രം നിങ്ങളിത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇത് മറ്റുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയൂടെ ചെയ്യുക. ബാക്കിയുള്ള കുട്ടികൾക്കും ഇത് പ്രയോജനം ചെയ്യട്ടെ. Okay, bye.